നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ടിപ്സായിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലത്തേതിൽ നിന്നും സൗണ്ടിന് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലേ, സമയം കളയാതെ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ മീനൊക്കെ കുറച്ച് കൂടുതൽ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് ഒരുപാട് നാൾ ഇരിക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ അങ്ങനെ 2 ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ ഈ മെത്തേഡിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ 2-ൽ കൂടുതൽ ദിവസം, അതായത് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ദിവസം മീൻ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ചെയ്യേണ്ട ഒരു മാർഗ്ഗമാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മളിപ്പോൾ 2 ദിവസത്തൊക്കെ ആണെങ്കിൽ മസാല പുരട്ടി നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തതിന് ശേഷം മസാല പുരട്ടിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് 3ഉം പുരട്ടി വെച്ചതാണെങ്കിൽ നമ്മുടെ നാരങ്ങ വേണമെങ്കിൽ അത്, അല്ലെങ്കിൽ കുറച്ച് വിനാഗിരി കേട്ടോ. അപ്പോൾ അത് പുരട്ടി വെച്ചതാണെങ്കിൽ ഈ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ മീൻ എടുക്കുകയാണെങ്കിൽ മീൻ നല്ല ടേസ്റ്റ് കൂടുകയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ 2-ൽ കൂടുതൽ ദിവസം മീൻ എങ്ങനെ ഫ്രഷായിട്ട് സൂക്ഷിക്കുന്നതെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഇന്ന് കൊണ്ടുവന്ന മീൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രീസറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലൊരു കണ്ടെയ്നർ എടുക്കുക, അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. മീനിപ്പോൾ നമ്മൾ കവറിൽ നിന്ന് നേരിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കഴുകേ അല്ലെങ്കിൽ എന്തെങ്കിലും മസാല പുരട്ടിയൊക്കെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതാ മീൻ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ വൃത്തിയാക്കിയിട്ടാണ് വെക്കുന്നതെങ്കിൽ മീനിന് കുറച്ചൊക്കെ ഒരു പഴകിയൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ വൃത്തിയാക്കാതെ തന്നെ വെക്കണം. പിന്നെ ചിലർ ഉപ്പിട്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഉപ്പിട്ട് വെച്ചാലൊന്നും മീൻ നല്ലൊരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. ഒരു ഉണക്കമീനിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും പിന്നീട് നമ്മൾ എടുക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പിട്ടിട്ടൊന്നും വെക്കരുത്. അപ്പോൾ ഞാനിത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മൂടിയിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. അങ്ങനെ ആകുമ്പോൾ ഒരാഴ്ചയോളം നമുക്ക് നല്ല ഒരു ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെ കഴിക്കാം കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞെടുത്താലും. അപ്പോൾ ഞാൻ മീനിപ്പോൾ ഞാൻ കൈകൊണ്ട് തൊട്ടില്ല, അതിൻ്റെ ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കയ്യിൽ ഇതുപോലെ ഒന്ന് നിരടി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ആ മീനിൻ്റെ സ്മെല്ല് ഉണ്ടാവില്ല, ആ കറിവേപ്പിലയുടെ സ്മെല്ലാണ് കയ്യിനുണ്ടാവുക കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ ഈ ഒരു സ്മെല്ല് പോകാൻ വേറൊരു ടിപ്പും കൂടെ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഉരുളക്കിഴങ്ങ് എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കുന്നൊരു വെജിറ്റബിൾ അല്ലല്ലോ ഉരുളക്കിഴങ്ങ്. നമ്മൾ പുറത്താണല്ലോ എപ്പോഴും ഉരുളക്കിഴങ്ങ് വെക്കുക. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് അതിന് മുള പൊട്ടും. മുള പൊട്ടിക്കഴിഞ്ഞാൽ ആ ഉരുളക്കിഴങ്ങ് നമ്മൾ കറി വെച്ചാലും എന്തുണ്ടാക്കിയാലും ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ മുള പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ മുള പൊട്ടാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ സവാള അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് വെക്കുന്നതാണ് കേട്ടോ. കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാത്ത വെജിറ്റബിൾസൊക്കെ ഒരു ട്രെയിൽ അങ്ങനെ വെക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ സവാള ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് മുള പൊട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ മുള പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് വെക്കുന്ന ആ ഒരു പാത്രത്തിൽ ഒരു ആപ്പിളും കൂടെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ ഞാൻ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പോഴാണ് ടിപ്പിലേക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തത് കേട്ടോ. അതായത് നമ്മൾ ചിക്കനൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ആദ്യം 2 തവണ നല്ലപോലെ കഴുകിയെടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും വിനാഗിരി, അതായത് സുർക്ക ഒഴിച്ച വെള്ളത്തിൽ കുറച്ച് സമയം ഈ ചിക്കൻ ഇട്ട് വെക്കുകയാണെങ്കിൽ ചിക്കനിലുള്ള ആ ഒരു ബ്ലഡില്ലേ അത് മുഴുവനായിട്ടും പോയിട്ട് ചിക്കൻ നല്ല വെളുത്ത കളറിൽ കിട്ടും കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു ബ്ലഡ് കളഞ്ഞെടുക്കാൻ പറ്റും. നല്ല രീതിയിൽ ചിക്കൻ ക്ലീൻ ചെയ്യാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇതുപോലെ വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ ചിക്കൻ നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. കണ്ട ഈ ചിക്കൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നമ്മൾ വെള്ളം വെച്ച് എത്ര കഴുകിയാലും ഇതുപോലെ അതിൻ്റെ ബ്ലഡൊന്നും പോയി കിട്ടില്ല. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ചിക്കനോ മീനോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആദ്യം എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ആ എണ്ണയ്ക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ.
കറിവേപ്പില നമ്മൾ ഫ്രൈ ഇതിൻ്റെ കൂട്ടത്തിൽ ഫ്രൈ ചെയ്യാറുണ്ടെങ്കിലും നമ്മളത് ഈ ചിക്കനോ ബീഫൊക്കെ ഫ്രൈ ചെയ്ത് കോരിയിട്ടാണല്ലോ എണ്ണയിലേക്ക് കറിവേപ്പിലിട്ട് അതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ആദ്യം തന്നെ കറിവേപ്പിലിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക കേട്ടോ. എന്നാൽ എണ്ണയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് കുറച്ച് വിനാഗിരി, അതായത് സുർക്ക ചേർത്ത് വേവിക്കുകയാണെങ്കിൽ ആ ബീഫ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ പപ്പടം കൊണ്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല കുതിർത്ത പപ്പടം മിക്സിയിൽ അരച്ചെടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഞാനിവിടെ 3 പപ്പടം ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ ഇത് ആ പപ്പടം നമ്മൾ നല്ലപോലെ കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചരിയാണ്. ഞാനിവിടെ 1 കപ്പ് പച്ചരി 4 മണിക്കൂർ നേരം കുതിർത്തെടുത്തതാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി തന്നെ അരി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. എന്നിട്ട് രാവിലെ അരി എടുക്കുക, അതിൻ്റെ കൂട്ടത്തിൽ കുതിർത്ത് വെച്ച പപ്പടം ചേർത്ത് കൊടുക്കുക. നമ്മൾ ആ പപ്പടം കുതിർക്കാൻ വേണ്ടിയിട്ട് എടുത്ത വെള്ളമല്ലേ, ആ വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ടുള്ള അളവ് കിട്ടാൻ വേണ്ടിയിട്ട് അളന്നെടുത്തപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ഉണ്ടായത്. പച്ചരി 1 കപ്പാണ് കേട്ടോ. പിന്നെ നമ്മൾ ചോറും തേങ്ങയും 1/2 കപ്പ് വീതം ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ മാവ് നല്ല തിക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇത്രേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ, നമുക്കിപ്പോൾ തന്നെ ഇത് ചുട്ടെടുക്കാം. ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ തവി ബാറ്റർ ഒഴിച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ ഇത്. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നല്ല ചൂടായിട്ട് തന്നെ, എണ്ണ നല്ല പോലെ ചൂടായിട്ട് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് ആകെ പരന്നു പോകും. അപ്പോൾ ഇതായത് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചുവിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എന്നാൽ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പോലെ വെന്ത് കിട്ടുള്ളൂ കേട്ടോ. നല്ല തേനീച്ചക്കൂട് പോലെ ആരെടുത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ ഇത്. ചെറിയ തീയിൽ വെച്ചിട്ട് സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ, എന്നാലേ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുള്ളൂ. ഇങ്ങനെ എണ്ണയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് മുകളിലേക്ക് കുറച്ച് എണ്ണ ആക്കി കൊടുക്കുകയാണെങ്കിൽ ആ മുകൾ ഭാഗത്തും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും നമുക്കിത് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ്. നമുക്ക് വൈകുന്നേരം കറിയൊന്നും ഇല്ലാതെ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ രാവിലെ കറി കൂട്ടിയിട്ട് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ചിലർക്കൊക്കെ തോന്നുന്നുണ്ടാവും രാവിലെ ഇതുപോലെ എണ്ണ പലഹാരങ്ങൾ കഴിക്കുമെന്ന്. അങ്ങനെ കഴിക്കുന്നവരുണ്ട് കേട്ടോ. നമ്മൾ കണ്ണൂർ ഭാഗത്തൊക്കെ മുട്ടസുറുക്കൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് ഏകദേശം മുട്ടസുറുക്കയുടെ അതുപോലുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്